السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين. ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. وعن أبي هريرة رضي الله عنه قال: سئل رسول الله صلى الله عليه وسلم عن أكثر ما يدخل الناس الجنة، فقال رسول الله صلى الله عليه وسلم: تقوى الله وحسن الخلق. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദന്മാർ, ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, അറിവും അലിവും ധന്യാനുഭവങ്ങളും പകരുന്ന മീമിൻ്റെ ഈ സുന്ദരവേദിയിൽ തഖ്വയെക്കുറിച്ച് ഒരൽപ്പം പ്രതിപാദിച്ച് ഞാൻ നിർത്താം. നാഥൻ തുണക്കട്ടെ, ആമീൻ. പ്രിയപ്പെട്ടവരെ, നാം ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് തഖ്വ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഇന്ന നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കണം, നമ്മളിൽ എത്ര പേർക്ക് തഖ്വയുണ്ട്? തഖ്വയെക്കുറിച്ച് മഹാന്മാർ പരിചയപ്പെടുത്തുന്നത് കാണാം. അത്തഖ്വ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. റബ്ബ് സുബ്ഹാനഹു വ തആല, സൃഷ്ടാവായ റബ്ബ് അവന്റെ അടിമയോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങളെ ചെയ്യലും, അല്ലാഹു നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് വിരോധിച്ച കാര്യങ്ങളെ, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളെ വെടിയലുമാണ് തഖ്വ എന്ന് മഹാന്മാർ നമ്മെ പരിചയപ്പെടുത്തുന്നത് കാണാം. നമ്മളിൽ എത്ര പേർ അല്ലാഹു ചെയ്യണമെന്ന കാര്യങ്ങൾ മുറ പോലെ ചെയ്യുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങളെ നമ്മളിൽ എത്ര പേർ വെടിയുന്നുണ്ട്? നാം ഓരോരുത്തരും ആലോചിക്കണം. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുകയാണ്: യാ അയ്യുഹല്ലദീന ആമനൂ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയുള്ളവരാവുക. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നിങ്ങളുടെ ഓരോ ശരീരങ്ങളും ആലോചിച്ചു കൊള്ളട്ടെ. ഓരോ ശരീരങ്ങളും നാളേക്ക് എന്താണ് അവൻ ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് ഓരോ ശരീരങ്ങളും ആലോചിച്ചു കൊള്ളട്ടെ. അല്ലാഹു വീണ്ടും പറയുന്നു: വത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയുള്ളവരാവുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിശ്ചയമായും റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അറിയുന്നവനാകുന്നു. നാം മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ സമയം നമ്മൾ റബ്ബിന്റെ നിരീക്ഷണത്തിലാണ്. ഏത് കൂരിട്ടാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാണുന്നുണ്ട്, നമ്മെ അറിയുന്നുണ്ടെന്ന ബോധ്യം നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാവണം. ചിലപ്പോൾ നമ്മുടെ ഉമ്മ കണ്ടേക്കില്ല, ഭാര്യ കണ്ടേക്കില്ല, മക്കൾ കണ്ടേക്കില്ല, പക്ഷേ ജഗന്നിയന്താവായ റബ്ബ് നമ്മെ കാണുന്നുണ്ടെന്ന ബോധ്യം നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതല്ലേ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം: സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, അൻ അക്തരി മാ യുദ്ഖിലുൻ നാസൽ ജന്ന. അല്ലയോ പ്രവാചകരെ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വർഗ്ഗത്തിൽ കടക്കുന്നതിന് കാരണം എന്തെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെടുമ്പോൾ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്: തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുൽഖ്, തഖ്വയും സൽസ്വഭാവവുമാണ് സ്വർഗ്ഗത്തിൽ കടക്കാനുണ്ട് കാരണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
സ്വർഗത്തിൽ കടക്കാൻ 2 കാരണമാണ് അവിടുന്ന് പറയുന്നത്. ഒന്ന് തഖ്വയും മറ്റൊന്ന് സ്വൽസ്വഭാവവുമാണ്. നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിന് തഖ്വയുള്ളവരാകണം. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ ദിക്കയിൽ പാടിയില്ലേ, തഖ്വല്ലില്ലാഹി മദാറു കുല്ലി സആദത്തിൻ വതിബാഉ അഹ്വാർ സുസർരി ഹബായിലാ. എല്ലാ വിജയത്തിനും അടിസ്ഥാനം, എല്ലാ വിജയത്തിന്റെയും നിദാനം അത് തഖ്വയാകുന്നു. എന്നാൽ വതിബാഉ അഹ്വാർ സുസർരി ഹബായിലാ, എല്ലാ നാശത്തിന്റെയും കെണിവല അത് സ്വേച്ഛയോട്, സ്വന്തം ഇഷ്ടത്തോട്, സ്വന്തം താല്പര്യത്തോട്, സ്വന്തം മനസ്സ് എന്താണ് പറയുന്നത് അതിനോട് പിൻപറ്റലാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം ആർത്തുല്ലസിച്ച് ആർഭാടിച്ച് ജീവിക്കുന്നവരാണ്. ഒരു നിമിഷം പോലും പടച്ചറപ്പിനെ ഓർക്കാൻ നമുക്ക് സമയമില്ലാതെയായി പോയി. എന്തിനധികം നമ്മുടെ വയറ്റിൽ കിടക്കുന്ന ഭക്ഷണം പോലും അല്ലാഹുവിനെ ഓർക്കാതെ ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് സമയം കിട്ടാറില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ടവർ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോഴതാ ഒരു ആട്ടിടയനെയും കുറെ ആട്ടിൻകുട്ടികളെയും കാണുകയാണ്. ആ ആട്ടിൻകുട്ടികളിൽ നല്ല അകിട് നിറഞ്ഞിരിക്കുന്ന, നല്ല തടിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ആടിനെ കണ്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ആ ആട്ടിടയനോട് ചോദിക്കുകയാണ്, ഈ നല്ല തടിച്ചു കൊടുത്ത അകിട് നിറഞ്ഞിരിക്കുന്ന ആട്ടിനെ ഒന്ന് എനിക്ക് വിൽക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ആ ആട്ടിടയൻ ഉമർ തങ്ങളോട് പറയാണ്, ഉമർ തങ്ങളെ, ഇതെന്റെ ആടല്ല, ഇതിനൊരു ഉടമ വേറെയുണ്ട്, ഞാനൊരു അടിമയാണെന്ന് പറയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ വീണ്ടും പറയാണ്, ആ ആട്ടിടയനൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയാണ്, നിങ്ങൾ ഈ ആട്ടിനെ വിട്ടാൽ നിങ്ങളുടെ ഉടമ ഇതറിയാൻ പോകുന്നില്ല, നിങ്ങൾ ഈ ആടിനെ എനിക്ക് വിൽക്കേ, എന്നിട്ട് ഉടമയോട് പറയാം അതിനെ കാണാതായി എന്ന്. ആ ആട്ടിടയൻ പറയാണ്, അത് ശരിയാണ്, ഉടമയോട് പറയാം, ഞാൻ ഇന്ന് നാട്ടിൽ പോകുന്നുണ്ട്, ഉടമയോട് പറഞ്ഞാൽ ഉടമ വിശ്വസിക്കും, പക്ഷേ അല്ലാഹുവിനോട് ഞാൻ എന്ത് പറയുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് ആട്ടിടയൻ ചോദിക്കുമ്പോൾ അബ്ദുല്ലാഹി ഉമർ തങ്ങളുടെ മനസ്സൊന്ന് പരിഭ്രമിച്ചു പോവുകയാ. ചെറുപ്പക്കാരാ, നാം ചിന്തിക്കണം, സദാസമയം അല്ലാഹു നമ്മെ നിരീക്ഷിക്കുമ്പോൾ നാം തഖ്വയുള്ളവരാകണം. അതല്ലേ ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ 4ാമത്തെ ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തഖ്വയെ കുറിച്ച് പറഞ്ഞത് കാണാം, അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിൽ തൻസീൽ വൽ ഖനാഅത്തു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാണ് തഖ്വ. അൽ അമലു ബിൽ തൻസീൽ, ഖുർആൻ അനുസരിച്ചുള്ള കർമ്മമാണ് തഖ്വ. വൽ ഖനാഅത്തു ബിൽ ഖലീൽ, ഉള്ളത് എത്ര കുറവാണെങ്കിലും അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കലാണ് തഖ്വ. എത്ര കിട്ടിയാലും മതി വരാത്ത കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്, അതിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുള്ള ജീവിതം സാധ്യമാക്കലാണ് തഖ്വ. നാലാമതായി അലിയാർദങ്ങൾ പറയുന്നത് മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായുള്ള ജീവിതം, അത് സാധ്യമാക്കലാണ് തഖ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരായി ജീവിച്ച് സ്വർഗ്ഗത്തിൽ അല്ലാഹു ജന്നാത്തുൽ നഈം എന്ന സ്വർഗ്ഗത്തിൽ നാം ഏവരെയും നാമുമായി ബന്ധപ്പെട്ടവരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിലായി ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വാക്കുകൾക്ക് വിട. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.